Hi, welcome to Atbott Academy. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് SEO ആണ്. വാട്ട് ഈസ് SEO? SEO എന്ന് വെച്ചാൽ പെയ്ഡ് ട്രാഫിക് അല്ലാതെ ഓർഗാനിക്കലി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് SEO. നമ്മളിപ്പോ SEO ചെയ്യുന്നത് ഗൂഗിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ SEO ചെയ്യുന്നത്. ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ SEO ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഓൾറെഡി സെർച്ച് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ സെർച്ച് ക്വയറീസ് ഇതിനെ പറയുന്നതാണ് കീവേഡ്സ്. ആൾക്കാർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കീവേഡ്സ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് നമ്മുടെ വെബ്സൈറ്റിന്റെ കണ്ടന്റ് അതിന്റെ കുറച്ച് ടാഗ്സുകളും കാര്യങ്ങളും നമ്മൾ ഈ കീവേഡ് വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വഴി എന്താ ചെയ്യുക, നമുക്ക് ഗൂഗിളിന്റെ തന്നെ റാങ്കിങ്ങിൽ ഫസ്റ്റിൽ റാങ്ക് ചെയ്യിക്കാൻ പറ്റും. അത് ത്രൂ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, SEO കൊണ്ടുവരുന്നത് അൺപെയ്ഡ് ട്രാഫിക് ആണ് കൊണ്ടുവരുന്നത്. പെയ്ഡ് ട്രാഫിക് അല്ല, അൺപെയ്ഡ് ട്രാഫിക് ആണ്, അതായത് ഓർഗാനിക് ട്രാഫിക്. സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിന് 3 മെത്തേഡ്സ് അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രോളിംഗ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻഡെക്സിംഗ്, മൂന്നാമത്തെ സ്റ്റെപ്പ് റാങ്കിങ്. ക്രോളിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്തു കഴിയുമ്പോൾ എല്ലാ സെർച്ച് എഞ്ചിൻസും അതിൻ്റെതായ റോബോട്ട്സ് ഉണ്ട്. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന്റെ പേരാണ് ഗൂഗിൾ ബോട്ട് അല്ലെങ്കിൽ വെബ് ക്രോളേഴ്സ് എന്ന് പറയും. ജനറൽ ആയിട്ട് വെബ് ക്രോളേഴ്സ് എന്നാണ് പറയുന്നത്. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ഈ ഗൂഗിൾ ബോട്ട് നമ്മളൊരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഗൂഗിൾ ബോട്ട് എന്ന് പറഞ്ഞാൽ 24/7 ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഗൂഗിൾ ബോട്ട്. നമ്മളൊരു വെബ്സൈറ്റ് ചെയ്ത് സെർവറിലേക്ക് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഗൂഗിൾ ബോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ URLസും വന്ന് ക്രോൾ ചെയ്തെടുക്കും. നമുക്കൊരു 2-3 ഡേയ്സ് ചിലപ്പോൾ ക്രോളിങ്ങിന് വേണ്ടി ടൈം എടുത്തെന്നിരിക്കാം. പെട്ടെന്ന് ക്രോളിംഗ് നടക്കാൻ വേണ്ടിയിട്ട് 1-2 ടൂൾസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നില്ല, ക്രോളിംഗ് മാത്രം, ഡാറ്റ കളക്ഷൻ ആണ് ക്രോളിംഗ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിങ്. ഗൂഗിൾ ഈ ക്രോൾ ചെയ്ത് വെക്കുന്ന ഡാറ്റാസ് ഒന്നും ഓർഗനൈസ്ഡ് അല്ലായിരിക്കും. ഗൂഗിളിന്റെ ഡാറ്റാബേസിൽ ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു പെറ്റ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ പെറ്റ്സിന്റെ ഒരു ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ പെറ്റ്സിന്റെ മാത്രം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാക്സിമം ഡാറ്റാസും കാര്യങ്ങളും പെറ്റ്സ് എന്നുള്ള ആ ഒരു പോർഷനിലായിരിക്കും വെക്കാം. അതേപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് സ്പോർട്സിൽ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന പ്രൊസീജിയറാണ് ഇൻഡെക്സിങ്. ക്രോളിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഡാറ്റ കളക്ഷൻ. ഇൻഡെക്സിംഗ് എന്ന് വെച്ചാൽ ഈ കളക്ട് ചെയ്ത് ഡാറ്റേനെ പ്രോപ്പർ ആയിട്ട് എന്ത് കാറ്റഗറി ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതാണ് ഇൻഡെക്സിംഗ്. മൂന്നാമത്തത് റാങ്കിങ്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡാറ്റ അനലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോന്നിനെയും പ്രയോറിറ്റി വെച്ചിട്ട് യൂസേഴ്സ് ചോദിക്കുമ്പോൾ അതിനെ എടുത്തു കൊടുക്കും. അതാണ് റാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ക്രോളിംഗ്, രണ്ടാമത്തെ ഇൻഡെക്സിംഗ്, മൂന്നാമത്തത് റാങ്കിങ്. എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് വേണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ആർക്കിടെക്ട്സ് ബേസ്ഡ് ഒരു ഫേമാണ്. എന്റെ ഫേമിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ചെയ്ത് നോക്കാം, ഗൂഗിൾ ചെയ്ത് നോക്കും. എങ്ങനെ ഗൂഗിൾ ചെയ്യാൻ ചാൻസ്? ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കൊച്ചി. അതായത് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എന്നുള്ളത് നമ്മൾ പറഞ്ഞു, യൂസർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഐഡിയാസ്, വേർഡ്സ് അല്ലെങ്കിൽ സെർച്ച് ക്വയറീസ്, ഇതാണ് കീവേഡ്സ്. ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന കീവേഡ് ഇതാണ്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കൊച്ചി. ഓക്കെ, ഈ സെർച്ച് ക്വയറി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് പേജിനെ പറയുന്ന പേര് SERP, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയും. SERP-ല് പല ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. റിച്ച് സ്നിപ്പെറ്റ്സ്, ഇത് എന്താണെന്ന് ജസ്റ്റ് വേഗം പറഞ്ഞു പോവാണ്. റിച്ച് സ്നിപ്പെറ്റ്സ്, പെയ്ഡ് റിസൾട്ട്, യൂണിവേഴ്സൽ റിസൾട്ട്, നോളജ് ഗ്രാഫ്. ഓക്കെ, റിച്ച് സ്നിപ്പെറ്റ് എന്ന് വെച്ചാൽ ചില SERP റിസൾട്ട്സിൽ തന്നെ ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും, റിവ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിനകത്തൊന്നും വന്നിട്ടില്ല, റിച്ച് സ്നിപ്പറ്റ് ആയിട്ട് തന്നെ വന്നിട്ടില്ല. മേ ബി അങ്ങനെ വരാനും കൂടെ ചാൻസ് ഉണ്ട്. റിച്ച് സ്നിപ്പറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് പെയ്ഡ് റിസൾട്ട്, അതായത് ഗൂഗിൾ ആഡ്സിന്റെ റിസൾട്ട്. ഗൂഗിൾ ആഡ്സ് ഇപ്പോ ഇതിന് ഗൂഗിൾ ആഡ്സ് ഒന്നും വന്നിട്ടില്ല. ഇതിനിപ്പോ ഗൂഗിൾ ആഡ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് വേറെന്തെങ്കിലും ഒരു കീവേഡ് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ SERP, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. ഇനി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് SERP എന്നുള്ള ടേം. ഇതിനകത്ത് എന്തൊക്കെ വരാൻ ചാൻസ്? ഫസ്റ്റ് പെയ്ഡ് ട്രാഫിക്. ഇതാണ് AD വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഡ്സ്. ഇത് പെയ്ഡ് ട്രാഫിക്, ആഡ്സ് ത്രൂ ചെയ്യുന്ന ആഡും കാര്യങ്ങളാണ് ഇത്.
പെയ്ഡ് സ്നിപ്പറ്റ്സ് ആണിത്. പിന്നെ വരുന്നതാണ് ഗൂഗിൾ മാപ്പ് ലിസ്റ്റിംഗ്. ഇതാണ് ഗൂഗിൾ മാപ്പ് ലിസ്റ്റിംഗിന് താഴെ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ SEO റിസൾട്ട് ആണ് ഈ വരുന്നത്. കണ്ടോ, ഇതാണ് റിച്ച് സ്നിപ്പറ്റ്. ഇത് നമുക്ക് റിച്ച് സ്നിപ്പറ്റ് എന്ന് പറയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ക്വയറിക്ക് വരുന്ന ആ ഒരു ആൻസറിംഗ് പേജ് ആണ് SERP, അതായത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ ചാൻസ് ഉള്ള ട്രാഫിക് നമ്മൾ പറഞ്ഞു SERPയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു വെബ്സൈറ്റിന് വരുന്ന നമുക്കൊരു 3 കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വരുന്ന എന്താണ്? പെയ്ഡ് ട്രാഫിക്. പെയ്ഡ് ട്രാഫിക് എന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ കണ്ടു ഈ ഗൂഗിൾ ആഡ്സ് ഇതുവഴി ഞാനിപ്പോ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവരെ വെബ്സൈറ്റിൽ കയറി, ആ ഒരു ട്രാഫിക് ആണ് പെയ്ഡ് ട്രാഫിക്. അത് ത്രൂ അവർക്ക് കിട്ടിയത് പെയ്ഡ് ട്രാഫിക് ആണ്, അതായത് ആഡ്സ് ത്രൂ കിട്ടുന്ന ട്രാഫിക് ആണ് പെയ്ഡ് ട്രാഫിക്. പിന്നെ വരുന്നത് ഓർഗാനിക് ട്രാഫിക്. ഓർഗാനിക് ട്രാഫിക് എന്ന് വെച്ചാല് നമുക്ക് SEO റിസൾട്ട്, ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് പേജിൽ വന്നിരിക്കുന്ന റിസൾട്ട് ആണിത്. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കണ്ടത് ആഡ്സ് ആയിരുന്നു. ആഡ്സ് ത്രൂ വഴി വരുന്നത് പെയ്ഡ് ട്രാഫിക് ആണ്. പിന്നെ വരുന്നതാണ് ഓർഗാനിക് ട്രാഫിക്, അതായത് ഇത് നമ്മുടെ SEO റിസൾട്ട് ആണ്. ഇത് ത്രൂ ഞാനിപ്പോ ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ട്രാഫിക് ആണ് ഓർഗാനിക് ട്രാഫിക്. ഇത് SEO റിസൾട്ട് ആണ്. ഈ കാണുന്നത് SEO റിസൾട്ട് ആണ്. SEO റിസൾട്ട് ത്രൂ കിട്ടുന്നത് എപ്പോഴും ഓർഗാനിക് ട്രാഫിക് ആയിരിക്കും. പിന്നെ വരുന്ന ട്രാഫിക് എന്ന് വെച്ചാൽ റെഫറൽ ട്രാഫിക്. റെഫറൽ ട്രാഫിക് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പേജസ് കാര്യങ്ങളൊക്കെ വഴി നമുക്കിപ്പോ ഞാനിപ്പോ ഒരു സോഷ്യൽ മീഡിയ ആഡോ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഒരു പോസ്റ്റസോ കാര്യങ്ങളോ കണ്ടു ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ പിൻട്രസ്റ്റ് ആവാം, വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിംഗ് സൈറ്റോ എന്തെങ്കിലും ആവാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൈറ്റ് ത്രൂ ഒരു റെഫറൻസ് ലിങ്ക് വഴി ഞാനിപ്പോ വേറൊരു വെബ്സൈറ്റിലേക്ക് കടക്കുവാണ്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് SEOനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്താണ് സെർച്ച് എഞ്ചിൻ, എന്താണ് SEO, എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രാഫിക്സ് ഉണ്ട്, എന്താണ് SERP. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ബേസിക്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി SEO അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. SEO അപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കീബോർഡ് റിസർച്ച്, കീവേഡ്സ് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. താങ്ക് യു ഓൾ. ഇന്നെടുത്ത ലെസണിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.